ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ കണ്ട ടേബിളിനെ ഒന്ന് പുതിയതാക്കി എടുത്താലോ? ഞാൻ എക്സാമിൻ്റെ ടൈമിൽ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോഴൊന്നും അപ്ലോഡ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ല. ഈ എക്സാമൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ മൈൻഡുകളൊക്കെ വരിക. പഠിക്കാനേ തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടാണ് ആക്കുന്നത്. എൻ്റെ ടേബിളിലുള്ളത് വാൾപേപ്പർ ആയതുകൊണ്ട് തന്നെ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. ഞാനത് ശരിയായ മെഷർമെൻറ്റിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കട്ടി കൂടിയിട്ടുള്ള ഫോം ഷീറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് കട്ടി കുറഞ്ഞിട്ടുള്ളതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഇത് കിട്ടി. അപ്പോൾ ഞാനത് കട്ട് ചെയ്യാണ്. വീഡിയോ എടുക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, തലേന്ന് ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം വീഡിയോ എടുക്കാൻ ഒരു മൂഡും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതിൻ്റെ തിരക്കുകളൊക്കെ ആയി അങ്ങനെ ആവും. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ അതിന് കേട്ടോ ഇതിലുള്ള എല്ലാം വരച്ച് വെച്ചിട്ടുണ്ടായത്. ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ തലേന്ന് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തെക്കാറുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വായിക്കാമല്ലോ. ഞാനിതാ എല്ലാ പീസുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിന് മുമ്പ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് 10 ഇഞ്ചാണ് കേട്ടോ, സെൻറ്റിമീറ്റർ അല്ല ഇഞ്ചാണ്. അപ്പോൾ 10ൽ 14 കേട്ടോ ഇഞ്ച്. അപ്പോൾ 4 ഇങ്ങോട്ട് താഴേക്കാക്കിയിട്ട് 10 മുകൾക്കാക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. ആ താഴമ്മലാണ് കേട്ടോ നമ്മൾ സ്റ്റിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഫ്ലെക്സ് കുക്കാണ്, അതിൻ്റെ ആ ചെറിയതുണ്ടല്ലോ അതാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യണത്. അത് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യണത്. ഫ്ലെക്സ് കുക്ക് വാങ്ങുകയാണെങ്കിൽ അതിന് നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ നല്ല ഇതൊരു 5-6 മേടിക്കുകയാണല്ലോ. അപ്പോൾ ഞാനത് ആ വിരന്മേലാക്കിയിട്ടാണ് ഒട്ടിക്കുന്നത്. ഞാൻ ഒട്ടിച്ചിട്ട് അതിൻ്റെ മെഷർമെൻറ്റൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതാ അതിൻ്റെ വേറെ പീസും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കൊറിയൻകാരുടെ ടേബിളിലൊക്കെ ഞാൻ പ്രിൻറ്റസ്റ്റൊക്കെ സ്ക്രോൾ ചെയ്തെടുക്കുമ്പോൾ കൂടുതലായിട്ടും കാണാം ഇങ്ങനത്തെ ഓർഗനൈസേഴ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഡ്രസ് മേക്കോറായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടി സ്റ്റിക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെഷർമെൻറ്റ്. ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ അതിൻ്റെ ഇതേപോലെ തന്നെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുകൂടി ആക്കി കൊടുത്താൽ നമുക്ക് ഇതേപോലെയാണ് കിട്ടുക. ഇത് നമുക്ക് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കൂട്ടൊക്കെ ചെയ്യാം. ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഫുൾ ഒട്ടിച്ചെടുക്കണത്. അപ്പോൾ നമുക്കിങ്ങനെ ചലിപ്പിക്കാൻ കഴിയൂല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ 2 ഷെൽഫും കൂടി ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ ഞാനിതുപോലെ 2 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ വിചാരിച്ചത് വീഡിയോസൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, എഡിറ്റ് ചെയ്യലും ഒക്കെ സിമ്പിളാണ്. വളരെ മനസ്സിലായത്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ സിമ്പിളാണ്, പക്ഷേ വോയിസ് ഓവർ എടുക്കുക പറഞ്ഞാൽ അതിൻ്റെ ശരിയായി കിട്ടൂല കേട്ടോ എൻ്റെത്. അപ്പോൾ അതാ ഞാൻ ഒന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ, എങ്ങനെ വെക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അപ്പോൾ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ആ ഷെൽഫിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് ഉണ്ടാക്കാം. തൂങ്ങിക്കിടക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു കമ്പി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പേരിപ്പോൾ ഗ്രേപ്പ് ടാപ്പ് അങ്ങനെ എന്തോ ആണ്, എനിക്കതിൻ്റെ ശരിക്കത്തെ പേരൊന്നും അറിയില്ല. അപ്പോൾ അത് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ തണ്ടിൻ്റെ രീതിയിൽ ആക്കും. കമ്പി ആവുമ്പോൾ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും മടക്കി വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കട്ടോ. എന്നിട്ട് പിന്നെ വേണ്ടത് ഇത് ഒന്ന് ചുറ്റിയിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല കത്രിക കൊണ്ട്, നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കീറിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. പിന്നെ ഒരു ഗ്രീന് പേപ്പറും കൂടെ വേണം.
അപ്പോൾ ഇതാ ഞാൻ കാണിച്ച പോലെ ഇങ്ങനെ കീറി എടുക്കുകയാണ് വേണ്ടത്. നമ്മളങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. അതിൽ തന്നെ ഓൾറെഡി ഗ്ലൂ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഗ്രീന് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിനൊന്ന് ഞാൻ ഈ മടക്കണ പോലെ മടക്കുക. എന്നിട്ട് അതിൽ ഒരു റാ ഷേപ്പിൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഭാഗത്ത് റാ ഷേപ്പിൽ എന്ത് ചെയ്യാം, ഒരു ചിത്രം വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പല ഷേപ്പിൽ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്, എങ്ങനെ വെക്കാൻ പറ്റുക, എന്നാലാണ് എങ്ങനെ ഫുള്ള് കിട്ടുക എന്നൊക്കെ ഇങ്ങനെ വെച്ച് നോക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ റാ ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ഇലൻ്റെ ഷേപ്പിൽ കിട്ടും. ഞാനുണ്ടല്ലോ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് 11 മണി ആ സമയത്തൊക്കെയാണ്. പിന്നെ അത് എല്ലാം കഴിഞ്ഞ് സമയം നോക്കിയപ്പോൾ വൈകിട്ട് 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ ആ സെൻറ്ററിലായിട്ട് ഒരു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുക്കാം. കത്രിക കൊണ്ട് ഇങ്ങനെ ഒരു ത്രികോണത്തിലാക്കി കൊടുത്താലും മതി. അങ്ങനെ ഞാൻ കുറേ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ തലേന്ന് തന്നെ ചെയ്തെടുക്കുകയാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിതാ കുറേ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതേപോലത്തത്. ഇനിയിപ്പോൾ ആ ഹോളിന് ഇങ്ങനെ ഉള്ളിൽ കൂടെ ആ കമ്പി കോർക്കുക. എന്നിട്ട് അതിന് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ ഫെവികോൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിത് കടൽ ക്ലൗഡ് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഇതായിട്ടാണ് ചെയ്യണത്. ഞാൻ അതിൽ ഡെസ്ക് മേക്കർ വീഡിയോ കണ്ടപ്പോൾ ഇതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താ അറിയില്ല, നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഇതിലും അങ്ങനെ ചെയ്യാമെന്ന്. ഞാനിതുപോലെ കുറേ കമ്പികളിൽ ഇങ്ങനെ ഗ്രേപ്പ് ടേപ്പ് ഒട്ടിച്ചിട്ട് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ട്, സെയിം മെഷർമെൻ്റ് അല്ലാതെ കുറേ എണ്ണം ചെറുതായിട്ടും കുറച്ച് അതിൻ്റെ ഒരു പകുതിയിലും മുക്കാലിലൊക്കെ ആയാണ്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫെവികോൾ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഒന്നുകൂടി വേഗത്തിൽ ഒട്ടി നിൽക്കുക. ഞാനിപ്പോൾ ഫെവികോൾ കൊണ്ടായതുകൊണ്ട് തന്നെ കുറേ നേരം പൊടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കൊരു പോട്ട് കാണണമല്ലോ, നമ്മളടുത്ത് പോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കട്ടി കുറഞ്ഞ ഫോം ഷീറ്റ് ഉണ്ട് പറഞ്ഞല്ലോ, അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പോട്ട് ഉണ്ടാക്കണത്. അതും ഇതേപോലെ തന്നെ ഫ്ലെക്സ് ക്യൂക്കിൻ്റെ ആ ചെറിയ സംഭവം ആക്കിയിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കണത് കേട്ടോ. എനിക്ക് പേടി ഉണ്ടായിരുന്നത് കയ്യിലൊട്ടുമെന്നാണ്. കയ്യിലൊട്ടിയാൽ പിന്നെ പോകാൻ നല്ല പാടാണ്. എൻ്റെ അടുത്ത് ചെറുതായിട്ട് ഒട്ടിയൊക്കെ ചെയ്തിരുന്നു, പിന്നെ എങ്ങനെ അറിയില്ല, അപ്പം തന്നെ പോയിണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെയ്യണത് ഈ പോട്ടിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, ഈ മണ്ണ് കൊണ്ട് ഉണ്ടാക്കണ പോട്ടിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ റൗണ്ടിലായിട്ട് ഇങ്ങനെ, അതേപോലെ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അതും ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ കാർഡ്ബോർഡ് ഒട്ടിച്ചാൽ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ നേരെ മുകളിൽ കൊണ്ടുപോയി ഒട്ടിച്ചിട്ടോ. പിന്നെ ഞാനത് താഴേക്കനാക്കി. ഞാനിങ്ങനെ കയ്യിലാകാതെ മെല്ലെ മെല്ലെ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ കേട്ടോ കൈ വേറെ, അത് നിങ്ങൾക്കുണ്ടോ? അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും നന്നായിട്ട് എനിക്ക് കൈ വിറക്കും. പിന്നെ ഇതാ ഞാൻ അതിൻ്റെ അടിയത്തെ പോർഷനായിട്ട് നമ്മൾ ഓർഗനൈസർ ഉണ്ടാക്കിയല്ലോ, അതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ അടിയത്തെ പോർഷൻ ഉണ്ടാക്കുന്നത്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഗ്ലൂ ഒക്കെ തേക്കാൻ വന്നപ്പോൾ ആ ഗ്ലൂ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടൊക്കെ ഒട്ടിച്ചു കേട്ടോ. പിന്നെ ഞാൻ അതിലിങ്ങനെ വെച്ച് നോക്കുകയാണ്, രസമുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. പിന്നെ ഞാനത് ഒരു തെർമോക്കോളിൽ ഇങ്ങനെ കുത്തിയിട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഓർഗനൈസറിൻ്റെ നേരെ ഈ ഭാഗത്തായിട്ട് ഞാൻ ഈ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം.
പിന്നെ ഇതാ ഈ ഭാഗത്തായിട്ട് ഞാൻ ഇതുപോലൊരു ഓർഗനൈസറും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നില്ല. പിന്നെ ഞാനൊരു കാർഡ്ബോർഡ് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ അടുത്തുള്ള വാൾ പോസ്റ്റേഴ്സും ഷെൽഫും ഒക്കെ ഒട്ടിച്ചു. ഇനിയിപ്പോൾ അതൊന്ന് ഫില്ലാക്കാണ് കേട്ടോ. അതായത് നമ്മൾ അത്തറിൻ്റെ കുപ്പിയാണ്. ഇതിൽ ഞാൻ ഒരു ഫ്ലവർ ഇട്ട് വെച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പുറത്തുള്ള എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. പിന്നെ ഇതാ എൻ്റെ അക്രിലിക് പെയിൻറ്റിൻ്റെ കുപ്പിയിലാണ് ഞാൻ ആ ഡ്രൈ ഫ്ലവർ വെച്ചത്. പിന്നെ ഇതിൽ ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കി നോട്ടും അതേപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഷെൽഫൊന്ന് ഫില്ലാക്കാം. എൻ്റെ കുറച്ച് ജേർണൽസും ഡയറീസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൽ. പിന്നെ ഈ ഒരു ഡെസ്ക് ഡെക്കോറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. പിന്നെ ഇതാ ഇത് ഞാൻ അപ്ലോഡ് ചെയ്തില്ല, ഇതിൻ്റെ കുറച്ച് വലുതുണ്ടാക്കിയതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്റ്റിക്കർ ഇതുപോലത്തെ 2 കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിലും ഞാൻ ഇതുപോലുള്ളൊരു സ്റ്റിക്കർ വെക്കുന്നുണ്ട്. ഇതെനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ. ഇതിലാണ് എൻ്റെ കുറേ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്സും അതുപോലെ തന്നെ ജേർണൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാർഡ്സൊക്കെ ഉള്ളത്. പിന്നെ ഈ ടൂലിപ്സ് ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം, കുറച്ച് വൈകും എന്നാലും. പിന്നെ ഇതിനകത്ത് അത് കണ്ടാൽ മനസ്സിലാവുമല്ലോ, സ്റ്റിക്സും അതേപോലെ തന്നെ എൻ്റെ കലണ്ടറാണ്. കലണ്ടറൊക്കെ തീരാറായി. പിന്നെ ഈ എക്സ്മസ് ട്രീയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ട്രിങ്കറ്റ് ബോക്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള പകുതി മുക്കാലും ഞാൻ അപ്ലോഡ് ചെയ്താണ് കേട്ടോ. പിന്നെ ഞാൻ എന്തൊക്കെയാണ് വെച്ചതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ 2 ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യണ സ്കെച്ച് മാർക്കേഴ്സൊക്കെയാണ്. ഇതിൽ പിന്നെ ഐസിൻ്റെ സ്റ്റിക്കുകളും പിന്നെ കുറച്ച് പഞ്ചിൻ്റെ ആ സംഭവം ഡബിൾ സൈഡ് ടാപ്പും ഒക്കെ ഞാൻ ചെയ്ത കേട്ടോ. എനിക്ക് എന്താ അറിയില്ല, ആ 2ാമത്തെ ബോക്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ പിന്നെ ഡെസ്ക് ഡെക്കോറും അതാണ് വെച്ചിട്ടുള്ളത്, അത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. പിന്നെ ഇതിൽ സ്റ്റിക്സും ട്രിങ്കറ്റ് ബോക്സും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.